ഞാൻ പല സ്ഥലത്തും കുറേ ഫണ്ടുകൾ പോയിട്ടുണ്ട്. പിന്നെ ജോബ് വിസ കുറേ ഫേക്ക് ഉണ്ടാവും, നമ്മൾ കുറേ പറ്റിക്കപ്പെടും. അതിനൊക്കെ ഞാൻ ഇരയായിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഞാനത് യൂറോപ്പിൽ നിന്നുള്ള മോഹം നടക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഹായ്, എൻ്റെ പേര് സൂരജ് എന്നാണ്. ഞാൻ കൊടുങ്ങല്ലൂരാണ് എൻ്റെ സ്ഥലം. ഇവിടെ ഞാനിപ്പോൾ ബികോം കഴിഞ്ഞ് ഒരു ബാങ്കിങ് സെക്ടറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ കുറച്ച് നാളായിട്ട് ഒരു 5-6 വർഷമായിട്ട് പുറത്തേക്ക് പോകണം എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ ഓരോ ഇതൊക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെ കുറേ നാൾ വെയിറ്റ് ചെയ്തിരുന്നു. അതിനിടയ്ക്കാണ് എനിക്കിപ്പോൾ ഒരു ഫ്രണ്ട് വഴി ന്യൂ മാക്സ് സ്റ്റഡി സെൻ്റർ എന്നുള്ളൊരു ഇത് വന്നത്. അവൻ അത് ഇൻസ്റ്റ വഴി കണ്ടാണ്, അതിൻ്റെ ഇൻസ്റ്റയിലൊരു ആഡ് കണ്ടിട്ട് അങ്ങനെ വന്നതാണ്. കോമൺ ആയിട്ട് ഒരു തിങ്കിങ് ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4-5 ലക്ഷം രൂപ ആ ഒരു റേഞ്ചിൽ ജോബ് ബിസിനസ് സെറ്റ് ആവും എന്നുള്ളത്. പക്ഷേ പിന്നീടാണ് ഞാൻ റെക്കഗ്നൈസ് ചെയ്തത് അതൊരു PSC നമുക്ക് കിട്ടണ പോലെ, അല്ലെങ്കിൽ ഒരു ലക്കാണ്, ലോട്ടറി പോലെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആ ഒരു ഇതിൽ കയറിപ്പോകാനുള്ളൊരു ഇത് ഉണ്ടാവണമെന്നില്ല. ജോബ് വിസ കുറേ ഫേക്ക് ഉണ്ടാവും, നമ്മൾ കുറേ പറ്റിക്കപ്പെടും. അതിനൊക്കെ ഞാൻ ഇരയായിട്ടുണ്ട്. ഞാൻ പല സ്ഥലത്തും കുറേ ഫണ്ടുകൾ പോയിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി ഞാനത് യൂറോപ്പിൽ നിന്നുള്ള മോഹം നടക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും നല്ലത് കുറച്ചും കൂടി ഈസിയസ്റ്റ് വേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിൽ പോകണമെന്നാണ് ഞാൻ തിങ്ക് ചെയ്ത് എനിക്ക് മനസ്സിലായത് സ്റ്റഡിയിൽ. പിന്നെ ഞാനിവിടെ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനൊരു യൂറോപ്പിലേക്കൊരു ട്രക്കിങ്ങിൻ്റെ ഇതിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഇവിടെ നിന്ന് അറിയാൻ പറ്റി. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് നോക്കി ഇവിടെ നിന്നുള്ള സർവീസും കാര്യങ്ങളൊക്കെ അത്ര ജെന്യൂൻ ആയിരുന്നു. ഞാനിപ്പോൾ ഫീസ് അടയ്ക്കുമ്പോഴായാലും ബാക്കി എല്ലാ കാര്യത്തിനായാലും സ്പോട്ടിൽ എനിക്ക് റിപ്ലൈ തരുന്നുണ്ട്. എന്തിനും ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മടി പിടിച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് പല കാര്യങ്ങളും റിമൈൻഡ് ചെയ്യിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഇവിടെ കോൺടാക്ട് ചെയ്തു, എന്നിട്ട് ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞു. ഫസ്റ്റ് ഒരു രജിസ്ട്രേഷൻ ഫീസ് പോലെ ഒരു ചെറിയ എമൗണ്ട് പേ ചെയ്തിട്ട് അത് രജിസ്റ്റർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്കൊരു മോക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഒരു 2-3 സെക്ഷൻ ഇവിടെ നിന്ന് ഒരു സ്റ്റഡി പോലെ നമുക്ക് മോക്കിംഗ് സെക്ഷൻ തരും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സ്ലോവേനിയയിലത്തെ ടീമുകൾ നമ്മൾ ഓൺലൈനിലൊരു ഇൻ്റർവ്യൂ എടുക്കും. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി അവിടെ നിന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്ററും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പേയ്മെൻറ്റ്സിൻ്റെയൊക്കെ ഉള്ള റെസിപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അന്ന് തന്നെ നമുക്ക് അതിൻ്റെ GST അടക്കമുള്ള ബില്ല് ഇവിടെ നിന്ന് തരാറുണ്ട്. അത്ര ക്ലിയർലിയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും ഇപ്പോൾ എൻ്റെ അടുത്ത് 8-9 മാസം എന്ന് പറഞ്ഞത്, പക്ഷേ എനിക്കൊരു 7.5 മാസത്തിനുള്ളിലായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. സ്ലൊവേനിയൻ ഇൻ്റർവ്യൂ ആയിട്ട് അവിടെ എംബസിയിൽ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ ജസ്റ്റ് തമ്പ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവരൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നു. നമുക്ക് ഓൾറെഡി ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് നമ്മളെ മുമ്പ് തന്നെ റെഫർ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. കാര്യങ്ങൾ എനിക്ക് അത് തന്നെ സെയിം അത് തന്നെയാണ് വന്നത്, വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു 10 ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് തന്നതും അതും തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ വേറൊരു ഫ്രണ്ട് ഇപ്പോൾ ഈ അടുത്ത് പോയപ്പോൾ കോൺടാക്ട് ചെയ്തപ്പോൾ ആൾ പറഞ്ഞിരുന്നു കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ആഡ് ഓൺ ചെയ്തെന്ന് തോന്നുന്നു. അത് എന്താ പറയുക, കുറേ അധികം ആളുകൾ അപ്ലൈ ചെയ്ത് എത്തുമ്പോൾ അതിൻ്റെ അകത്ത് അവർ കുറച്ചും കൂടി ടഫാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനൊരു ഇത് ഞാൻ ഇപ്പോൾ കേട്ടു ഈ അടുത്ത്. ബാക്കി എനിക്ക് ഫുള്ള് സിമ്പിളായിരുന്നു. പിന്നെ അതുപോലെ നമുക്ക് കോമൺ ആയിട്ട് ചെറിയൊരു മിനിമം സ്കില്ല് ഇംഗ്ലീഷിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കവർ ചെയ്ത് പോകാൻ പറ്റും. അത്ര ടെൻഷൻ അടിച്ചുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടി അവരായിട്ട് കുറച്ചും കൂടി പൊളൈറ്റായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് അവിടുത്തെ കാര്യങ്ങൾ സെക്ഷനൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ജോബ് വിസ എന്നുള്ളൊരു മൈൻഡ് അത് പിടിച്ച് നടക്കുന്നത് ഒഴിവാക്കുക. കാരണം ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് ഒരു 6 വർഷത്തിൻ്റെ അടുത്ത് പോയാണ്. 6 വർഷത്തിൻ്റെ അടുത്ത് ഞാൻ ഈ ചെറിയ എമൗണ്ടിൽ സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപയ്ക്കൊക്കെ സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ തിങ്ക് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ കുറേ ഫ്രോഡ് ആയിട്ടുള്ള പരിപാടികളിൽ ചെന്ന് തലവെച്ച് കുറേ വള്ളികൾ കിട്ടി. ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നു സ്റ്റുഡൻറ്റ് വിസയിൽ തന്നെ കയറി പോകണമെന്ന് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. ഇത്ര നാളെ എക്സ്പീരിയൻസിലുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് വേറെ ഒന്നുമല്ല, നമുക്ക് കുറച്ചും കൂടി ജെന്യൂനിറ്റി ഉണ്ടാവും. പിന്നെ ഫ്രോഡ് ആക്ടിവിറ്റീസ് കുറവായിരിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിലും നമുക്ക് വേറെ വള്ളിയിലൊന്നും ചെന്ന് പെടാണ്ടെന്ന് വെച്ചാൽ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പേ ഇതിലേക്ക് കയറിപ്പോയില്ല എന്നുള്ളൊരു ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക്. കാരണം ഇത്രയും വൈകിയതിൻ്റെ പേരിൽ പല ഓപ്പർച്യൂണിറ്റീസും മിസ്സാവും. അപ്പോൾ ആ ഒരു തിങ്കിങ്ങിൽ ഏറ്റവും നല്ലത് സ്റ്റഡി വിസ തന്നെ എടുത്ത് പോകണമാണ് കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ 5th ഞാൻ അവിടുന്ന് ഫ്ലൈ ചെയ്യണത്.
ഫിഫ്ത്തിന് ഞാനിപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എനിക്ക് അവിടുന്ന് എംബസിയിൽ നിന്ന് TRP കാർഡ് അടിച്ചു കിട്ടിയിട്ടുണ്ട്. ഞാൻ TRP കാർഡ് ഒന്ന് ഷോ ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് ഏകദേശം ഒരു 7.5 മാസം കൊണ്ട് എനിക്ക് TRP ഇത് കിട്ടിയിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ 9 മാസമാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അതിന് മുമ്പായിട്ട് ഫാസ്റ്റായിട്ട് ഇവിടുത്തെ കാര്യങ്ങളും പേപ്പർ വർക്കുകളൊക്കെ ക്ലിയർ ചെയ്ത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര കണ്ണിങ് ആയിട്ട് ക്ലിയർ ആയിട്ടാണ് പോണത്. അതിൻ്റെ പേരിലാണ്. സോ താങ്ക്സ് ടു ന്യൂമാക്സ് സ്റ്റഡി സെൻറ്റർ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പോൾ ബാക്കിയുള്ള നമുക്കിപ്പോൾ സ്റ്റുഡൻസിനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും കറക്റ്റായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഓവറോൾ എനിക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. കാരണം എനിക്കൊന്നിനും അങ്ങോട്ട് ബോധഡാവേണ്ടി വന്നിട്ടില്ല. ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് സപ്പോർട്ടീവായിട്ട് കാര്യങ്ങളും ഡീൽ ചെയ്ത് നമുക്കുള്ള കോൺഫിഡൻസ് ആയാലും പിന്നെ ബാക്കിയുള്ള ഗൈഡൻസ് ആയാലും ഒക്കെ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് നമുക്ക് ടൈമിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ Code95 ഇതിന് അപ്ലൈ ചെയ്ത് നമ്മളിപ്പോൾ യൂറോപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് IDP ചെയ്യണം. IDP എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഇവിടെ മോട്ടോർ വെഹിക്കിളിൽ MVDയിൽ നമ്മൾ അപ്ലൈ ചെയ്യണതാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഏജൻസി ത്രൂ ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഞാൻ ഏജൻസി ത്രൂ അല്ല ചെയ്തത്, ഞാൻ ഡയറക്റ്റ് ഇപ്പോൾ അക്ഷയ പോയിട്ടാണ് അപ്ലൈ ചെയ്തത്. അതിനകത്തൊരു ഫോം 14 എന്ന് പറഞ്ഞിട്ടൊരു ഫോം ഉണ്ട്. അതൊക്കെ അവർ അവിടെ നിന്ന് ഫില്ല് ചെയ്തോളും. നമ്മൾ ജസ്റ്റ് നമുക്ക് കിട്ടിയ TRP കാർഡും പിന്നെ പാസ്പോർട്ട് ഞങ്ങൾ കോപ്പികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഫീസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1400 രൂപ റേഞ്ചിൽ നമുക്ക് അവരുടെ ഫീസ് വരും. അതും വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 3-4 ദിവസം കൊണ്ട് കാര്യം കഴിയേണ്ടതാണ്. പക്ഷേ എനിക്കിത് ഒരു 10 ദിവസത്തിന് മേലെടുത്ത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത് നമ്മുടെ ഇവിടെ നിന്നാണ്, എറണാകുളത്ത് നിന്നാണ് എടുത്തത്. എൻ്റെ അഡ്രസ്സ് തൃശ്ശൂരായിരുന്നു. അപ്പോൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് ഡ്രൈവിംഗ് സെക്ഷനിൽ നിന്നാണ് RTOയിൽ നിന്നാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത് അവിടുത്തെ ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരത്തെ മാത്രം കാണിക്കും, എറണാകുളമാണെങ്കിൽ എറണാകുളത്തെ മാത്രം കാണിക്കും. അപ്പോൾ നമുക്ക് അവിടെ മാത്രം സെലക്ഷനും ചെയ്യാൻ പറ്റുള്ളൂ ഓൺലൈനിൽ. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് പിന്നെ എനിക്ക് തൃശ്ശൂർക്ക് ട്രാൻസ്ഫറിങ് ചെയ്യേണ്ടി വന്നു. ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നെ അവിടെ കുറച്ച് ഡിലേ. പക്ഷേ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് നമ്മൾ RTO ഓഫീസിൽ അവർ വരണ്ടെന്ന് പറയും. പക്ഷേ അപ്ലൈ ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നേരിട്ട് RTO ഓഫീസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർട്ടിഫിക്കറ്റും അവരൊരു പ്രിൻ്റ് ഔട്ടും തന്നിട്ടുണ്ട്. ആ പ്രിൻ്റ് ഔട്ടും കൊണ്ട് പോയിട്ട് അവിടെ നേരിട്ട് ചെന്നിട്ട് ഒന്നില്ലെങ്കിൽ PRO അല്ലെങ്കിൽ ജോയിൻ്റ് RTOനെ കണ്ടിട്ട് നമ്മുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അവർ അപ്രൂവൽ ചെയ്ത് തരും. അപ്രൂവൽ തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് കിട്ടും. ഇതാണ് നമുക്ക് IDPയുടെ പ്രിൻ്റ് ഔട്ട് കിട്ടുന്നത്. ജസ്റ്റ് ഒരു 3-4 പേജുള്ളൊരു ബുക്ക്ലെറ്റ്, പണ്ടത്തെ ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പോലത്തെ ഒരു ബുക്ക്ലെറ്റാണ്. സോ വൺസ് അഗൈൻ താങ്ക്സ് ടു ന്യൂമാക്സ് സ്റ്റഡി സെൻറ്റർ. എൻ്റെ ഒരു ഗോൾ സെറ്റിൽമെൻറ്റിന് ഇത്രയും വർഷത്തെ ആ ഒരു സെറ്റിൽമെൻറ്റ് ഹെൽപ്പ് ചെയ്തത് എല്ലാത്തിനും താങ്ക്സ്. ബോസ്, ഞാനിന്ന് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യാണ് സ്ലോവേനിയക്ക്. ഫൈനലി അച്ചീവ് മൈ ഗോൾസ്. അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത ന്യൂമാക്സ് സ്റ്റഡി സെൻറ്ററിന് താങ്ക്സ് ഉണ്ട്.